എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ന്യൂബോൺ റിഫ്ലക്സസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ന്യൂബോൺ റിഫ്ലക്സസ്, എന്തിനാണ് നമ്മൾ ഈ ന്യൂബോൺ റിഫ്ലക്സസ് പഠിക്കുന്നത്? നിങ്ങൾക്കറിയാം, 5th സെമസ്റ്ററിലും അതുപോലെ തന്നെ 6th സെമസ്റ്ററിലും നിങ്ങൾ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ള കെയർ, കുട്ടികളുടെ നോർമൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അവരുടെ അബ്നോർമാലിറ്റീസ് എന്തൊക്കെയാണ്, അവിടെ ഒരു നഴ്സിംഗ് കെയറിൻ്റെ പ്രാധാന്യം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുന്നതും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും എക്സാമിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ന്യൂബോൺ റിഫ്ലക്സസ്. ഒരുപാട് റിഫ്ലക്സസ് നമുക്ക് പഠിക്കാനുണ്ട്. അവ ഓരോന്നും ഓൾ ടുഗദർ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. അതല്ല എങ്കിൽ ഏതെങ്കിലും 2 റിഫ്ലക്സുകൾ ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടോ 2 മാർക്കിന് ചോദിക്കാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫ്ലക്സ് മാത്രമായിട്ട് 1 മാർക്കിന്റെ MCQ ആയിട്ടും ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കുക, എന്താണ് വാട്ട് ഈസ് എ റിഫ്ലക്സ് അല്ലെ? എന്താണ് റിഫ്ലക്സ്? A reflex is an involuntary action that the body does in response to stimulation without awareness. അതായത് നമ്മൾ പല റിഫ്ലക്സുകൾ ആ ഒരു നഴ്സിംഗിൻ്റെ ആദ്യം മുതലുള്ള ഫസ്റ്റ് സെമസ്റ്റർ മുതൽ ഇങ്ങനെ ഓരോ റിഫ്ലക്സുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ നമ്മൾ കൊച്ചു കുട്ടികൾക്കുള്ള റിഫ്ലക്സ് ഏതാണ്, ന്യൂബോണിനുള്ള റിഫ്ലക്സ് ഏതാണ്, അഡൽട്ടിനുള്ള റിഫ്ലക്സ് ഏതാണ് എന്ന് നമ്മൾ പറയുന്നില്ല. അല്ലാതെ നമ്മൾ കുറേ റിഫ്ലക്സ്, സോളോയിങ് റിഫ്ലക്സ് ഉണ്ട്, ഗാഗ് റിഫ്ലക്സ് ഉണ്ട്, അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അത് എന്താണ്? ഈ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണോ? അല്ല. നമ്മൾ അറിയാതെ പ്രത്യേകതരം സ്റ്റിമുലേഷനിൽ നമ്മുടെ ശരീരം, അത് ചില പാർട്ടായിരിക്കാം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു, ഇൻവോളണ്ടറി ആക്ഷൻ ഉണ്ടാകുന്നു. അതിനെയാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. എ റിഫ്ലക്സ് ഈസ് ആൻ ഇൻവോളണ്ടറി ആക്ഷൻ ദാറ്റ് ദ ബോഡി ഡസ് ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലേഷൻ വിത്തൗട്ട് അവയർനെസ്. അറിയാതെ തന്നെ, അതല്ലെങ്കിൽ അറിവില്ലാതെ തന്നെ ഒരു സ്റ്റിമുലേഷന് നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവോളണ്ടറി ചെയ്യുന്ന ആക്ഷൻ, അതിനെ റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് നിയോനേറ്റൽ റിഫ്ലക്സ് ഓർ പ്രിമിറ്റീവ് റിഫ്ലക്സസ് എന്ന് പറയുന്നത്? നിയോനേറ്റൽ റിഫ്ലക്സസിൻ്റെ തന്നെ മറ്റൊരു പേരാണ് പ്രിമിറ്റീവ് റിഫ്ലക്സസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് ബൈ ബർത്ത് നമുക്കുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ജനിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന റിഫ്ലക്സുകളെയാണ് എന്ത് പറയുന്നത്? നിയോനേറ്റൽ റിഫ്ലക്സ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് റിഫ്ലക്സസ് എന്ന് പറയുന്നത്. They should be fully present at birth and are gradually inhibited by higher center in the brain. നമ്മൾ ജനിക്കുമ്പോൾ എല്ലാ റിഫ്ലക്സ്, ഈ പറഞ്ഞ നിയോനറ്റൽ റിഫ്ലക്സസ് എല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പതുക്കെ നമ്മുടെ ബ്രെയിനിലെ ഹയർ സെൻറ്റേഴ്സ് ഇൻഹിബിറ്റ് ചെയ്യും. എന്ത് ഇൻഹിബിറ്റ് ചെയ്യും? ഈ റിഫ്ലക്സസിനെ പതുക്കെ ഗ്രാജുവലി അവിടെ റെഡ്യൂസ് ചെയ്ത് അവിടെ ഇല്ലാതാക്കുകയും ചെയ്യും. അതിൽ ചിലത് മാത്രം ലൈഫ് ലോങ് നിലനിൽക്കുകയും ചിലത് കംപ്ലീറ്റ്ലി കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ ഇല്ലാതെയാവുകയും ആ റിഫ്ലക്സസ് അവിടെ ഇൻഹിബിറ്റ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് റിഫ്ലക്സ് എന്ന് പറഞ്ഞത്? നമ്മുടെ അറിവില്ലാതെ ഒരു സ്റ്റിമുലേഷനിൽ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇൻവോളണ്ടറി ആക്ഷൻ, അതിനെ റിഫ്ലക്സ് എന്ന് പറയുന്നു. കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് നിയോനേറ്റ്സിന് ഉണ്ടാകുന്ന റിഫ്ലക്സിനെ നിയോനേറ്റൽ റിഫ്ലക്സ് എന്നും അല്ലെങ്കിൽ അതിനെ പ്രിമിറ്റീവ് റിഫ്ലക്സ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഈ റിഫ്ലക്സുകളുടെ പ്രത്യേകത ജന്മനാൽ നമുക്ക് ഉണ്ടായിരിക്കുകയും എന്നാൽ കാലപ്പഴക്കം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, പതുക്കെ അത് ഗ്രാജുവലി റെഡ്യൂസ് ചെയ്ത് ഇല്ലാതാവുകയും ചെയ്യും. ഇനി നമുക്ക് അതിൻ്റെ ടൈപ്സ് ഓഫ് റിഫ്ലക്സസിലോട്ട് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എക്സാമിന് പല സാഹചര്യങ്ങളിലും, അതായത് നമ്മുടെ ഈ ഒരു റിഫ്ലക്സസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമല്ല, ന്യൂബോണിൻ്റെ അസസ്മെൻറ്റ്, ന്യൂബോണിൻ്റെ കെയർ, പല ഡിസീസസ് ഒക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു റിഫ്ലക്സസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പല അബ്നോർമാലിറ്റീസും ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ റിഫ്ലക്സസ് നമ്മൾ ചെയ്യേണ്ടി അല്ലെങ്കിൽ അവിടെ സ്റ്റിമുലേഷൻ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ ഈ സ്റ്റിമുലേഷൻ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് കുഞ്ഞവിടെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കവിടെ പ്രാധാന്യം ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ടൈപ്സ് ഓഫ് റിഫ്ലക്സസ്: ജനറൽ ബോഡി റിഫ്ലക്സ്, ഫേഷ്യൽ റിഫ്ലക്സ്, ഓറൽ റിഫ്ലക്സ്. പല തരത്തിലുള്ള റിഫ്ലക്സസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് അതിനെ 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ജനറൽ ബോഡി റിഫ്ലക്സ് എന്നും, ഫേഷ്യൽ റിഫ്ലക്സ് എന്നും, ഓറൽ റിഫ്ലക്സ് എന്നും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, ജനറൽ ബോഡി റിഫ്ലക്സ്. അപ്പോൾ നിങ്ങളിപ്പോൾ 6th സെം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഈ ഒരു റിഫ്ലക്സസ് എല്ലാം ഫസ്റ്റ് ആ ഒരു 5th സെമ്മിനകത്ത് തന്നെ
ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ അവിടെ എക്സാം എഴുതിയിട്ടില്ല. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ 6th സെമ്മിലാണ് എക്സാം എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ജസ്റ്റ് മുന്നേ ഒക്കെ കേട്ടിട്ടുണ്ടാവും ഈ വേർഡ്സ്, പക്ഷെ എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് ജനറൽ ബോഡി റിഫ്ലെക്സ് ആണ് മോറോ റിഫ്ലെക്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മോറോ റിഫ്ലെക്സിനെ മറ്റൊരു പേരിൽ പറയാറുണ്ട് സ്റ്റാറ്റിൽ റിഫ്ലെക്സ്. രണ്ടാമത് പാൽമാർ റിഫ്ലെക്സ് അല്ലെങ്കിൽ ഗ്രാസ്പ് റിഫ്ലെക്സ് എന്ന് പറയാറുണ്ട്. അടുത്ത മൂന്നാമത് പ്ലാന്റർ റിഫ്ലെക്സ് എന്ന് പറയുന്നു. പ്ലാന്റർ ഗ്രാസ്പ് റിഫ്ലെക്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് നാലാമത് വാക്കിംഗ് റിഫ്ലെക്സ് അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് റിഫ്ലെക്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് റിഫ്ലെക്സ് ആണ് എസിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലെക്സ്. നെക്സ്റ്റ് വൺ സിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലെക്സ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാബിൻസ്കീസ് റിഫ്ലെക്സ്, ബാബ്കിൻ റിഫ്ലെക്സ്, പാരച്യൂട്ട് റിഫ്ലെക്സ്, ഗാലൻസ് റിഫ്ലെക്സ്. അപ്പോൾ എന്തൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ബോഡി റിഫ്ലെക്സസ് എന്ന് പറയുന്നത്? മോറോ റിഫ്ലെക്സ്, സ്റ്റാറ്റിൽ റിഫ്ലെക്സ്, പാൽമാർ ഓർ ഗ്രാസ്പ് റിഫ്ലെക്സ്, plantar grasp reflex. Next one, walking or stepping reflex, asymmetric tonic neck reflex, symmetric tonic neck reflex, Babinski's reflex, Babkin reflex, പാരച്യൂട്ട് റിഫ്ലെക്സ്, ഗാലൻസ് റിഫ്ലെക്സ്. ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മോറോ റിഫ്ലെക്സ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാം, ഈ ഒരു കുഞ്ഞ് കാണിക്കുന്ന ഇതേ ഒരു ആക്ഷനാണ് ഈ ഒരു റിഫ്ലെക്സിനുണ്ടാകുന്നത്. ഏകദേശം കുഞ്ഞുങ്ങൾ യൂട്രസിനകത്ത് 28 ആഴ്ച കഴിയുമ്പോഴേ ഈ ഒരു റിഫ്ലെക്സ് തുടങ്ങുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴാണ്. സോ നമ്മളപ്പോഴവിടെ ഈ ഒരു 28 ആഴ്ച എന്നുള്ളതിന് പകരം ബൈ ബർത്ത് എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് പറയുന്നത് ബൈ ബർത്ത് ആണ്. ഡിസപ്പിയർ ആകുന്നത് ഏകദേശം ഒരു 3 മുതൽ 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് പതുക്കെ എന്ത് ചെയ്യുന്നു, ഡിസപ്പിയർ ആകാറുണ്ട്. മോറോ റിഫ്ലെക്സ് യൂഷ്വലി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയാണ്: എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് ഇത് ഡിസപ്പിയർ ആകുന്നത്. അപ്പോൾ സപ്പോസ് അവിടെ ഓപ്ഷനിൽ 28 വീക്സ് ഓഫ് ജസ്റ്റേഷൻ എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം, ഇല്ല എങ്കിൽ ബൈ ബർത്ത് എന്നുണ്ടെങ്കിൽ അത് എഴുതാം. ഇനി ഡിസപ്പിയർ ആകുന്ന എപ്പോഴാണ്? ഏകദേശം 3 മാസം മുതൽ 6 മാസം. ചില കുട്ടികൾക്ക് 3 മാസം ആകുമ്പോഴേ ഇത് പതുക്കെ ഇല്ലാതാകുന്നു, ചിലർക്ക് 5 മാസം ആകുമ്പോഴായിരിക്കും, ചിലപ്പോൾ 6 മാസം ആകുമ്പോഴായിരിക്കും ഈ ഒരു മോറോ റിഫ്ലെക്സ് അവിടെ ഇല്ലാതാകുന്നത്. ഇനി എന്താണ് ഈ ഒരു മോറോ റിഫ്ലെക്സ് എന്ന് പറയുന്നത്? സഡൻ ഡ്രോപ്പ് ഓഫ് ബേബീസ് ഹെഡ് ഇൻ റിലേഷൻ ടു ടങ്. അതായത് കുഞ്ഞിനെ നമ്മൾ ഇതുപോലെ കയ്യിലെടുക്കുന്നു, കയ്യിലെടുത്ത് നമ്മൾ എപ്പോഴും കുഞ്ഞു കുട്ടികളെ എങ്ങനെയായിരിക്കും എടുക്കുന്നത്? തല സപ്പോർട്ട് ചെയ്ത്, നെക്കും ഹെഡും സപ്പോർട്ട് ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങളെ എപ്പോഴും എടുക്കാറ്. പക്ഷേ അവിടെ ആ സപ്പോർട്ട് അവിടെ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ, സഡൻ ആയിട്ട് ഹെഡിൻ്റെ സപ്പോർട്ട് അവിടെ ലീവ് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? തല പിന്നിലോട്ട് ഡ്രോപ്പ് ഡൗൺ ആകുന്നതിനൊപ്പം തന്നെ പേടിച്ചിട്ട് പോലെ എന്ത് ചെയ്യും? 2 കൈയും നിവർത്തി വിരലുകൾ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് റെസ്പോണ്ട് എന്ന് പറയുന്നത് മെത്തേഡ്. നമ്മൾ സഡൻ ആയിട്ട് ബേബിയുടെ ഹെഡ് ഡ്രോപ്പ് ചെയ്യുന്നു, ആ ഒരു ഇതിൻ്റെ റെസ്പോണ്ട് അവിടെ കുഞ്ഞ് വിചാരിച്ചിട്ടല്ല, ചിന്തിച്ചിട്ടല്ല, അറിഞ്ഞുകൊണ്ടല്ല ആ ഒരു കൈകൾ അവിടെ നിവർത്തുന്നത്, പകരം അതൊരു റെസ്പോൺസാണ്. അബ്ഡക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് അപ്പർ ലിംബ്. അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റനിങ് അല്ലേ, അല്ലെങ്കിൽ മൂവിങ് എവേ ഫ്രം ദ ബോഡി, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് മൂവ് ചെയ്യുന്നതിനാണ് അബ്ഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നർ പാർട്ടിലോട്ട് മൂവ് ചെയ്യുന്നതിനാണ് അഡക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അബ്ഡക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് അപ്പർ ലിംബ്. 2 കൈകൾ, അപ്പർ ലിംബ് എന്ന് പറഞ്ഞാൽ 2 കൈകൾ, 2 കൈകളും നമ്മൾ പുറത്തോട്ട്, കൈകൾ ഇങ്ങനെ വിസ്തൃതമായിട്ട് പുറത്തോട്ട് വൈഡായിട്ട് വയ്ക്കുകയും ഒപ്പം വിരലുകൾ അവിടെ നിവർത്തുകയും ചെയ്യുന്നു. ഓഫ് അപ്പർ ലിംബ് വിത്ത് ഓപ്പണിംഗ് ഓഫ് ഹാൻഡ്സ്. കൈ എന്ത് ചെയ്യുന്നു? ചുരുക്കി പിടിക്കുകയല്ല, പകരം നിവർത്തി നിൽക്കുന്നു. ഫോളോഡ് ബൈ അഡക്ഷൻ ആൻഡ് ഫ്ലെക്ഷൻ, ഫോളോഡ് ബൈ ക്രൈങ്. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? കുഞ്ഞ് അത് ചുരുക്കി പിടിച്ച് കരയാൻ തുടങ്ങുന്നു. ഇതാണ് മോറോ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇത്ര മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് മോറോ റിഫ്ലെക്സ്, ഏത് സമയത്ത് തുടങ്ങുന്നു, ഏത് സമയം ഡിസപ്പിയർ ആകുന്നു, എങ്ങനെയാണിത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് ഏത് തരം റിഫ്ലെക്സ് ആണ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇനി നമുക്കിവിടെ ഈ ഒരു മോറോ റിഫ്ലെക്സിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് പഠിക്കാനുണ്ട്. അതായത് എന്തിനാണ് കുഞ്ഞുങ്ങളുടെ തല ഇങ്ങനെ മോറോ റിഫ്ലെക്സ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതായത് ചില അബ്നോർമൽ കണ്ടീഷൻസ് ഉള്ളവർക്ക് ഈ റിഫ്ലെക്സിൽ ചില അബ്നോർമാലിറ്റീസ് കാണാറുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ്സ് നാച്ചുർ ഗിവ്സ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് മസിൽ ടോൺ. അതായത് കുട്ടിയുടെ മസിൽ ടോൺ നോർമൽ ആണോ, ഹൈപ്പോടോണിക് ആണോ, ഹൈപ്പർ ടോണിക് ആണോ, ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു റിഫ്ലെക്സ് സഹായിക്കാറുണ്ട്. അതായത് ഈ മോറോ റിഫ്ലെക്സ് ആബ്സെൻ്റ് ആവുക, ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു റിഫ്ലെക്സ് അളവ് കുറയുകയോ ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളുടെ ആ ഒരു ജനിച്ച ആ ഒരു നിയോനിറ്റൽ പീരീഡിൽ ഈ മോറോ റിഫ്ലെക്സ് ഇല്ലാതിരിക്കുക
അല്ലെങ്കിൽ റെഡ്യൂസ് ആയിരിക്കുക, ഡിപ്രസ്ഡ് ആയിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റിംഗ് സെറിബ്രൽ ഡിപ്രഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ ബർത്ത് ആസ്ഫിക്സിയ പോലെയുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മോറോ റിഫ്ലക്സ് ആബ്സെൻ്റ് ആയിരിക്കുന്നത്. ഇനി ഇത് കൂടുതലാണെങ്കിൽ, ഈ ഒരു മോറോ റിഫ്ലക്സ് എക്സാജറേറ്റഡ് ആയിട്ടുള്ള മോറോ റിഫ്ലക്സ് ആണെങ്കിൽ അവിടെ യൂഷ്വലി കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാകാം? സെറിബ്രൽ ഇറിറ്റബിലിറ്റി ഉണ്ടാകാം. അതായത് ബ്രെയിനിൽ സെറിബ്രൽ ഇറിറ്റബിലിറ്റി ഉള്ളവർക്ക് മോറോ റിഫ്ലക്സ് എക്സാജറേറ്റഡ് ആയിരിക്കും. ഇനി അതുപോലെ ഏസിമെട്രിക് ആയിട്ട്, അതായത് ഒരു ഭാഗം പോലെ രണ്ട് സൈഡും ഒരുപോലെ അല്ലാതെ ഏസിമെട്രിക് ആയിട്ടുള്ള മോറോ റിഫ്ലക്സ് ആണെങ്കിൽ അത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? കുഞ്ഞുങ്ങൾക്ക് ബ്രേക്കിയൽ പാൽസി, ഫ്രാക്ചർ ഓഫ് ക്ലാവിക്കിൾ ഓർ ഹ്യൂമറസ് ആൻഡ് ഹെമിപ്ലീജിയ ഇതുപോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു റിഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഈ കണ്ടീഷൻസ് ഉള്ളവർക്ക് മോറോ റിഫ്ലക്സിൽ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് മോറോ റിഫ്ലക്സിൻ്റെ ഒരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞത്? കൂടുന്നത് സെറിബ്രൽ ഇറിറ്റബിലിറ്റിയിലാണ്, കുറയുന്നത് അല്ലെങ്കിൽ ഇല്ലാതാകുന്നത് സെറിബ്രൽ ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ ഏസിമെട്രിക് തുല്യമല്ലാതെ രണ്ട് സൈഡും തുല്യമല്ലാതെ വരുന്നത് ബ്രേക്കിയൽ പാൽസി, ഫ്രാക്ചർ ഓഫ് ക്ലാവിക്കിൾ ഓർ ഹ്യൂമറസ് ആൻഡ് ഹെമിപ്ലീജിയ. നെക്സ്റ്റ്, അപ്പോൾ ഇതുപോലെയാണ് നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ റിഫ്ലക്സ് പാൽമാർ ഓർ ഗ്രാസ്പ് റിഫ്ലക്സ്. എപ്പോഴാണ് ഇത് തുടങ്ങുന്നത്? പാൽമാർ ഗ്രിപ്പ് അല്ലെങ്കിൽ ഗ്രാസ്പ് റിഫ്ലക്സ് ഉണ്ടാകുന്നത് ബൈ ബർത്ത് ആണ് നമ്മൾ കാണുന്നത്. പക്ഷേ എന്നാൽ കുഞ്ഞുങ്ങൾ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നത് 32 വീക്സ് ഓഫ് ജസ്റ്റേഷനിലാണ്. ഏകദേശം 32 ആഴ്ചയാകുമ്പോഴാണ്, പ്രഗ്നൻസി ആന്റിനേറ്റൽ പീരീഡിൽ 32 ആഴ്ചയാകുമ്പോഴാണ് ഈ ഒരു പാൽമാർ ഗ്രാസ്പ് റിഫ്ലക്സ് ഉണ്ടാകുന്നത്. ഡിസപ്പിയർ ആകുന്നത് എപ്പോഴാണ്? ഏകദേശം ഒരു 3 to 4 months അതവിടെ ഡിസപ്പിയർ ആകുകയും ചെയ്യും. ലൈറ്റ് ടച്ച് ഓഫ് പാൽമാർ സർഫസ് പ്രൊഡ്യൂസസ് റിഫ്ലക്സ് ഫ്ലക്ഷൻ ഓഫ് ദ ഫിംഗേഴ്സ്. അതായത് നമ്മുടെ കൈ, ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ കുഞ്ഞിൻ്റെ കൈക്കുള്ളിലോട്ട് നമ്മൾ എന്തെങ്കിലും കൈയോ എന്തെങ്കിലും സ്റ്റിക്കോ എന്തെങ്കിലും എന്ത് ചെയ്യുന്നു, നമ്മൾ വയ്ക്കുകയും പതുക്കെ ഒന്ന് ടച്ച് ചെയ്യുന്നു, വേദനിപ്പിക്കുകയല്ല, പതുക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞ് പതുക്കെ വിരലുകൾ അവിടെ അമർത്തി ഒന്ന് ഫ്ലെക്സ് ചെയ്ത്, ഫിംഗേഴ്സ് ഫ്ലെക്സ് ചെയ്ത് അവിടെ ചുരുട്ടി പിടിക്കും അതിനെ. ആ ലൈറ്റ് ടച്ച് പോലും കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പം ഇതാണ് പാൽമാർ ഗ്രാസ്പ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഇത് നോർമലി എല്ലാ കുട്ടികളും ചെയ്യും. എന്നാൽ ചില കുട്ടികളിൽ 3-4 മാസം കഴിഞ്ഞിട്ടും പെർസിസ്റ്റന്റ് ബിയോണ്ട് 3 to 4 months ഇൻഡിക്കേറ്റ് സ്പാസ്റ്റിക് ഫോം ഓഫ് സെറിബ്രൽ പാൽസി. സെറിബ്രൽ പാൽസിയോ അല്ലെങ്കിൽ കെർണിക്ടറസ് എന്നുള്ള കണ്ടീഷനോ ഉള്ള കുട്ടികൾക്കാണ് ഈ ഒരു 3-4 മാസം കഴിഞ്ഞാലും പാൽമാർ ഗ്രാസ്പ് റിഫ്ലക്സസ് മാറാത്തത്. മേ ബി ഏസിമെട്രിക്കൽ ഇൻ ഹെമിപ്ലീജിയ ആൻഡ് ഇൻ കേസ് ഓഫ് സെറിബ്രൽ ഡാമേജോ അല്ലെങ്കിൽ ഹെമിപ്ലീജിയോ ഉള്ള കുട്ടികളാണെങ്കിൽ ഈ ഒരു റിഫ്ലക്സ് അവിടെ ഏസിമെട്രിക്കലായിട്ട് ഉണ്ടാകാം. അതായത് ഒരു സൈഡിലെ പോലെ അതേ ഒരു പവർ അടുത്ത കയ്യിൽ ഉണ്ടാകണമെന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റിഫ്ലക്സ്, പാൽമാർ ഓർ ഗ്രാസ് അല്ലെങ്കിൽ പാൽമാർ ഗ്രാസ്പ് റിഫ്ലക്സ്. 3 to 4 months ആകുമ്പോൾ യൂഷ്വലി അത് ഇല്ലാതാകണം. എന്നാലും എന്ത് ചെയ്യുന്നു, ചില ആൾക്കാരിൽ അത് മാറാതിരിക്കുന്നു. എക്സാമ്പിൾ സെറിബ്രൽ പാൽസി, കെർണിക്ടറസ് അല്ലെങ്കിൽ സെറിബ്രൽ ഡാമേജ്, ഹെമിപ്ലീജിയ ഉള്ളവരിൽ അത് ഏസിമെട്രിക്കായി മാറുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, അടുത്ത റിഫ്ലക്സ് ആണ് പ്ലാന്റാർ ഗ്രാസ്പ് റിഫ്ലക്സ്. നമ്മളിപ്പോൾ കയ്യിൽ ചെയ്തതുപോലെ നമ്മളൊരു സോഫ്റ്റായിട്ട് ഒരു ലൈറ്റ് ടച്ച് കുഞ്ഞിൻ്റെ കാലിൽ, വളരെ സോഫ്റ്റായിട്ടുള്ള ഈ കുഞ്ഞിൻ്റെ കാലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിംഗർ വെച്ചിട്ട് എൻ്റെ സോളിൽ, കാലിൻ്റെ ഫിംഗേഴ്സിൽ, അതായത് നമ്മുടെ ഈ ഒരു സോള്, കുഞ്ഞിൻ്റെ കാലിങ്ങനെയാണ് വരുന്നത്, കാലിൻ്റെ സോളിന് ഉള്ളിൽ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫിംഗർ പ്ലേസ് ചെയ്യുന്നു. ആ സമയത്ത് കുഞ്ഞ് ടോസ്, കാലുകളുടെ വിരലുകളെല്ലാം എന്ത് ചെയ്യുന്നു, അവിടെ ഫ്ലെക്സ് ചെയ്യുന്നു. ഇതാണ് പ്ലാന്റാർ ഗ്രാസ്പ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. പ്ലേസിങ് ഫിംഗർ ഇൻ ദ സോൾ കോസസ് ഫ്ലക്ഷൻ ഓഫ് ടോസ്. കാലിൻ്റെ വിരലുകൾ അവിടെ ഫ്ലക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത റിഫ്ലക്സ് ആണ് വാക്കിംഗ് ഓർ സ്റ്റെപ്പിംഗ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ കുഞ്ഞുങ്ങൾ നടന്നു തുടങ്ങാറായിട്ടില്ല. ഏകദേശം 1.8 കിലോയ്ക്ക് മേലെ ബർത്ത് വെയിറ്റുള്ള കുട്ടികളിലാണ് ഇത്. അത് ഫുൾ ടൈം ബേബീസിലാണ് ഇത് കൂടുതൽ കാണാൻ പറ്റുന്നത്. കംപ്ലീറ്റ് ജസ്റ്റേഷണൽ പീരീഡും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജനിക്കുന്ന കുട്ടികൾ, അവരെയാണ് നമ്മൾ ഈ ഒരു ടേം ബേബീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിഫ്ലക്സ്, സ്റ്റെപ്പിംഗ് റിഫ്ലക്സ് അല്ലെങ്കിൽ വാക്കിംഗ് റിഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഡിസപ്പിയർ ആകുന്നത്? ഏകദേശം ഒരു 5 to 6 months.
when sole of feet is pressed against the couch edge, baby tries to walk. നമ്മുടെ കുഞ്ഞിൻ്റെ കാല് ആക്ച്വലി തറയിൽ ഉറപ്പിച്ച് നിൽക്കാറായിട്ടില്ല, എന്നാൽ അതിങ്ങനെ കാല് അവിടെ പാദം പതിയുമ്പോൾ കുഞ്ഞ് നടക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു. ഇതിനെയാണ് വാക്കിംഗ് റിഫ്ലക്സ് അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഏകദേശം ഒരു 5-6 ആഴ്ച കഴിയുമ്പോൾ അത് അവിടെ ഇല്ലാതാവുകയും വീണ്ടും 10 മാസം കഴിയുമ്പോൾ അത് റീഅപ്പിയർ ചെയ്യുകയും നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത് വീണ്ടും റീഅപ്പിയർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പ്രിമച്വർ ബേബീസ് അല്ലെങ്കിൽ ഇൻഫൻസ് ആണെങ്കിൽ ഈ ഒരു റിഫ്ലക്സ് അവിടെ പൂർണ്ണമായിട്ടുണ്ടാകണമെന്ന് ഇല്ല. നെക്സ്റ്റ് അടുത്ത റിഫ്ലക്സ് ആണ് എസിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലക്സ്. എസിമെട്രിക് ദാറ്റ് മീൻസ് ഒരുപോലെ അല്ലാതെ, സിമെട്രിക് അല്ലാതെ. ടോണിക് നെക്ക് റിഫ്ലക്സ് എന്താണെന്ന് നോക്കാം. വെൻ ദ ചൈൽഡ്സ് ഹെഡ് ഈസ് ടേൺ ടു വൺ സൈഡ്, ദ ആം ഓൺ ദാറ്റ് സൈഡ് വിൽ എക്സ്റ്റെൻഡ്, ഓപ്പോസിറ്റ് ലിംബ് ഫ്ലെക്സ്ഡ്. അതായത് എവിടെയാണോ കുഞ്ഞിൻ്റെ തല ടേൺ ചെയ്തത്, ഏത് സൈഡിലോട്ടാണോ ടേൺ ചെയ്തത് അവിടെയുള്ള ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ഓപ്പോസിറ്റ് സൈഡ് ഫ്ലെക്സ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെയാണ് എസിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലക്സ് എന്ന് പറയുന്നത്. കൂടുതലും ഇത് കാണപ്പെടുന്ന 2-3 മാസത്തിലും 6 മാസം കഴിയുമ്പോൾ ഇത് ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ persistence of most frequently observed abnormality of infantile reflex in infants with neurological lesions. കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും ഒക്കെ പ്രോബ്ലം ഉള്ള അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ ആ കുട്ടികൾക്ക് ഈ ഒരു സിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലക്സിൽ അബ്നോർമാലിറ്റീസ് നോട്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് എന്താണ് സിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് മീൻസ് എക്സ്റ്റൻഷൻ ഓഫ് ദ ഹെഡ് കോസസ് എക്സ്റ്റൻഷൻ ഓഫ് ഫോറാംസ് ആൻഡ് ഫ്ലെക്ഷൻ ഓഫ് ദ ഹിൻഡ് ലിംസ്. അവിടെ എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങൾ ഫോറാംസ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ഹെഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനനുസരിച്ച്, ഇവിടെ ഈ ഒരു പിക്ചർ കാണുന്ന പോലെ ഹെഡ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അതനുസരിച്ച് ഫോറാം അവിടെ എന്ത് ചെയ്യുന്നു? ഫോറാം അവിടെ എക്സ്റ്റൻഷൻ സംഭവിക്കുകയും ഹിംസ് എന്ത് ചെയ്യുന്നു? അവിടെ ഫ്ലെക്സ് സംഭവിക്കുകയും ചെയ്യുന്നു. നോട്ട് നോർമലി ഈസിലി സീൻ ഓർ റിയലൈസ്ഡ്. നോർമൽ ഇൻഫൻസിൽ ഇത് കാണാറില്ല. മേ ബി സീൻ ഇൻ എക്സൈറ്റഡ് ഇൻ മെനി ചിൽഡ്രൻ. സെറിബ്രൽ പാൽസി ഉള്ള കുട്ടികളിൽ ഈ ഒരു സിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലക്സ് അധികമായിട്ട് കാണാറുണ്ട്. നെക്സ്റ്റ് ബാബിൻസ്കി റിഫ്ലക്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിഫ്ലക്സ്, ബാബിൻസ്കീസ് റിഫ്ലക്സ്. സ്റ്റിമുലസ് കൺസിസ്റ്റ് ഓഫ് എ ഫേം പെയിൻഫുൾ സ്ട്രോക്ക്. ഇച്ചിരി വേദനയുള്ള ചെറിയ ഒരു സ്ട്രോക്ക് അലോങ് ദ ലാറ്ററൽ ബോർഡ് ഓഫ് ദ ഹീൽ, ഫ്രം ഹീൽ ടു ടോ. കുഞ്ഞിൻ്റെ കാലിൻ്റെ ഇവിടെ ഈ ലാറ്ററൽ ബോർഡിൽ എന്ത് ചെയ്യുന്നു? പതുക്കെ നമ്മളിങ്ങനെ സ്ട്രോക്ക് ചെയ്യുന്നു. പതുക്കെ എന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ടുള്ള ഷാർപ്പ് മീൻസ് മുറിയുന്നതല്ല, ഒരു ബ്ലണ്ട് ബോർഡറുള്ള എന്തെങ്കിലും കൊണ്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ വരച്ചു വിടുന്നു, സോഫ്റ്റായിട്ട് വരച്ചു വിടുന്നു. ആ ഒരു ഫീൽ, ആ ഒരു പെയിൻ റെസ്പോൺസ്, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന റിഫ്ലക്സ് ആണ് ബാബിൻസ്കി റിഫ്ലക്സ് എന്ന് പറയുന്നത്. റെസ്പോൺസിങ് കൺസിസ്റ്റ് ഓഫ് ദ മൂവ്മെൻറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ദ ബിഗ് ടോ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുകയും അവിടെ എന്ത് ചെയ്യുന്നു? ഫാനിങ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അതർ ടോസ് ഇങ്ങനെ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ജനിക്കുമ്പോൾ ഉണ്ടായിരിക്കും. 9 മുതൽ 10 മാസം ആകുമ്പോഴത്തേക്ക് അതവിടെ ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇത് കാണുകയാണെങ്കിൽ ഇത് നോർമൽ ആണ്. 9-10 മാസത്തിനിടയ്ക്ക് ബാബിൻസ്കി റിഫ്ലക്സസ് ഡിസപ്പിയർ ചെയ്യുന്നു. നെക്സ്റ്റ് ബാബ്കിൻ റിഫ്ലക്സ്. എന്താണ് ബാബ്കിൻ റിഫ്ലക്സ് എന്ന് പറയുന്നത്? ഡീപ്പ് പ്രഷർ അപ്ലൈഡ് സൈമിൾട്ടേനിയസ്ലി ടു ദ പാംസ് ഓഫ് ബോത്ത് ഹാൻഡ്സ്. 2 കൈയിൻ്റെയും പാമിനുള്ളിൽ നമ്മൾ ഡീപ്പ് പ്രഷർ കൊടുക്കുന്നു. വൈൽ ദ ഇൻഫൻറ്റ് ഈസ് ഇൻ സുപ്പൈൻ പൊസിഷൻ. കുഞ്ഞ് സുപ്പൈൻ പൊസിഷനിലായിരിക്കുമ്പോൾ നിവർന്ന് കിടക്കുന്ന സമയത്ത് 2 കൈയിലും നമ്മൾ ഡീപ്പ് പ്രഷർ കൊടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് സ്റ്റിമുലസ് ഈസ് ഫോളോഡ് ബൈ ഫ്ലക്ഷൻ ഓർ ഫോർവേഡ് ബോയിങ് ഓഫ് ദ ഹെഡ്. എന്ത് ചെയ്യുന്നു? ഹെഡ് ഫ്രണ്ടിലോട്ട് ഫ്ലെക്സ് ചെയ്ത് ഫോർവേഡ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മൗത്ത് ക്ലോസ് ചെയ്യുകയും മൗത്ത് ഓപ്പൺ ചെയ്യുകയും ഐസ് ക്ലോസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. ഇതാണ് ബാബ്കിൻ റിഫ്ലക്സ്. അതായത് നമ്മൾ 2 കൈയിലും പ്രഷർ കൊടുക്കുമ്പോൾ കുഞ്ഞെന്ത് ചെയ്യുന്നു? ആ ഒരു പെയിൻ റെസ്പോൺസിൻ്റെ ഫലമായിട്ട് അവിടെ ഫ്ലക്ഷൻ, ഫോർവേഡ് ബൗളിങ് ഓഫ് ദ ഹെഡ്, അവിടെ കഴുത്ത് ഫ്രണ്ടിലോട്ട് നമ്മൾ ബെൻഡ് ചെയ്ത് ആയിട്ട് തോന്നാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പണിംഗ് ഓഫ് ദ മൗത്ത് ആൻഡ് ക്ലോസിങ് ഓഫ് ദ ഐസ്, വാ തുറന്ന് വെച്ച് കണ്ണുകൾ മൂടി വെക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ബാബ്കിൻ റിഫ്ലക്സ്.
ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാ ടോപ്പിക്സുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് നിങ്ങൾ എന്തെങ്കിലും ടോപ്പിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുക. കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത സിലബസ് ബേസ്ഡ് ക്ലാസ്സും ഓരോ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഫൈനൽ എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ട എല്ലാ അസിസ്റ്റൻസ്, അതായത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തരും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാകും, MCQs ഉണ്ടാകും. ഈ അടങ്ങിയ എല്ലാ കംപ്ലീറ്റ് മെറ്റീരിയൽസും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ കോഴ്സിൽ ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക്. അല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ, അതൊരു നിങ്ങളൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയാലും നിങ്ങളൊരു നേഴ്സ് ആയാലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നേഴ്സ് ആയാലും രണ്ട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്ന ഫ്രീ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അത് കാണുക. കാണുന്നതിനൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം, കമൻസ്, സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതാനും മറന്നുപോകും. ഓക്കെ, നെക്സ്റ്റ് റിഫ്ലക്സ് നമുക്ക് നോക്കാം. പാരച്യൂട്ട് റിഫ്ലക്സ്. അപ്പോൾ ഈ പാരച്യൂട്ട് റിഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഏകദേശം 6 to 9 months ഡെവലപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ തുടർന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതെന്താണ്? ബൈ ഹോൾഡിംഗ് ദ ചൈൽഡ് ഇൻ വെൻട്രൽ സസ്പെൻഷൻ ആൻഡ് സഡൻലി ലോവറിംഗ് ഹിം ടു കൗച്ച്, ആംസ് എക്സ്റ്റെൻഡ് ആസ് എ ഡിഫെൻസീവ് റിയാക്ഷൻ. പെട്ടെന്ന് നമ്മൾ ഈ ഒരു കമഴ്ത്തി കുഞ്ഞിനെ നിർത്തിയിട്ട് പെട്ടെന്ന് നമ്മൾ അവിടെ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ആ ഒരു നമ്മൾ വീഴാൻ പോകുമ്പോൾ ഉള്ളൊരു റെസ്പോണ്ട് ഉണ്ട്, ഒരു ഡിഫെൻസീവ് ആക്ഷൻ. ആംസ് അവിടെ എക്സ്റ്റെൻഡ് ചെയ്തൊരു ഡിഫെൻസീവ് ആക്ഷൻ റെസ്പോൺസ് ഉണ്ടാകുന്നു. ഇതിനെയാണ് പാരച്യൂട്ട് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഒരു റെസ്പോൺസ് ഇല്ല എങ്കിൽ അതിനെ എന്ത് പറയുന്നു? അല്ലെങ്കിൽ അത് ആർക്കാണ് അത് ഉണ്ടാകാതിരിക്കുന്നത്? സെറിബ്രൽ പാൽസി ഉള്ള ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ ഹെമിപ്ലീജി ഉള്ള ആൾക്കാർക്ക് ഈ പാരച്യൂട്ട് റിഫ്ലക്സസ് ചിലപ്പോൾ നോർമൽ ആയിരിക്കത്തില്ല. ഇനി മറ്റൊരു റിഫ്ലക്സ് ഗാലൻസ് റിഫ്ലക്സ്. Form sharp stimulation along the side of spine produces contraction of underlying muscles. നമ്മൾ ഈ ഒരു സ്പൈനിനൊപ്പം എന്ത് ചെയ്യുന്നു? നട്ടലിൻ്റെ ഈ സ്പൈൻ വെർട്ടിബ്രൽ കോളത്തിനൊപ്പം ചെറുതായിട്ടൊന്ന് ഒരു സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് മസിൽസ് ഒരു കർവ് പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് പോലെ കൺട്രാക്ഷൻ ഉണ്ടാകുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നു. യൂഷ്വലി അവിടെ നിയോനറ്റൽ പീരീഡിലാണ് ഇത് കാണുന്നത്. പിന്നെ അത് ഗ്രാജുവലി അവിടെ എന്ത് ചെയ്യുന്നു? റിഡ്യൂസ് ചെയ്ത് ആ ഒരു റെസ്പോണ്ട് അല്ലെങ്കിൽ ഗാലൻ റിഫ്ലക്സ് അവിടെ കുറയുന്നതായി കാണാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ജനറൽ ബോഡി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണ് ജനറൽ ബോഡി ഫീച്ചേഴ്സ് പറഞ്ഞത്. ഇനിയുമുണ്ട് റിഫ്ലക്സസ്. ജനറൽ ബോഡി റിഫ്ലക്സസ്: മോറോ റിഫ്ലക്സ്, പാൾമാർ റിഫ്ലക്സ്, പ്ലാന്റർ ഗ്രാസ്പ് റിഫ്ലക്സ്, വാക്കിംഗ് റിഫ്ലക്സ്, asymmetric tonic neck reflex, symmetric tonic neck reflex, Babinski's reflex, Babkin reflex, parachute reflex, Gallant's reflex. രണ്ടാമത്തെ റിഫ്ലക്സ് നോക്കാം. ദാറ്റ് ഈസ് ഫേഷ്യൽ റിഫ്ലക്സസ്. രണ്ടാമത്തെ സെഷൻ ഫേഷ്യൽ റിഫ്ലക്സസ്. അതിൽ പ്രധാനപ്പെട്ട 3 ഫേഷ്യൽ റിഫ്ലക്സസ്: 1 ബ്ലിങ്ക് റിഫ്ലക്സ്, 2 ഡോൾസ് ഐ റിഫ്ലക്സ്, 3 ഓഡിറ്ററി ഓറിയന്റിംഗ് റിഫ്ലക്സ്. ഓക്കെ, ഫസ്റ്റ് വൺ ബ്ലിങ്ക്. ബ്ലിങ്ക് എന്ന് വെച്ചാൽ കണ്ണ് ബ്ലിങ്ക് ചെയ്യുക. എ ബ്രൈറ്റ് ലൈറ്റ് സഡൻലി ഷോൺ ഇൻ ടു ദ ഐസ്, എ പഫ് ഓഫ് എയർ upon the sensitive cornea or a sudden loud noise will produce immediate blinking of the eyes. ഒരു ഷാർപ്പ് ലൈറ്റോ അല്ലെങ്കിൽ നല്ലൊരു ലൗഡ് നോയ്സോ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നു. ഇതിനെയാണ് ബ്ലിങ്ക് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പർപ്പസ് എന്താണ്? ഫോറിൻ ബോഡീസിൽ നിന്നും ബ്രൈറ്റ് ലൈറ്റിൽ നിന്നൊക്കെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നെക്ക് മസിൽസ് ടെൻഷൻ, അതുപോലെ ഹെഡ് ടേൺ ചെയ്ത് സ്റ്റിമുലസ് എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് ഹെഡ് ടേൺ ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലിങ്കിങ് റിഫ്ലക്സസ് എന്ന് പറയുന്നത് നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് ഈ ഒരു ബ്ലിങ്കിങ് റിഫ്ലക്സ് ഉണ്ടാകും. അതായത് നമ്മളിപ്പോഴും നമ്മുടെ കണ്ണിലോട്ട് ഇത്തിരി വെളിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബ്ലിങ്ക് ചെയ്യും. അത് നമ്മൾ ജനിച്ച സമയത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്ത ഒരു റിഫ്ലക്സ് ആണ്. അത് നമ്മുടെ ലൈഫ് ലോങ് നിലനിൽക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് രണ്ടാമത്തെ ഫേഷ്യൽ റിഫ്ലക്സ് ആണ് ഡോൾസ് ഐ റിഫ്ലക്സ് അല്ലെങ്കിൽ ഒക്കുലോസെഫാലിക് റിഫ്ലക്സ് എന്ന് പറയും. എന്താണ് ഡോൾസ് ഐ റിഫ്ലക്സ്? അതായത് ചില പൊസിഷനിൽ ഹെഡ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ആ ഒരു പൊസിഷനിൽ തന്നെ കണ്ണ് ഒരേ രീതിയിൽ അവിടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യും. ഇതിനെയാണ് ഡോൾസ് ഐ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഒക്കുലോസെഫാലിക് റിഫ്ലക്സ് എന്ന മറ്റൊരു പേരിലും ഇത് പറയാറുണ്ട്. പാസീവ് ടേണിംഗ് ഓഫ് ദ ഹെഡ് ഓഫ് ദ ന്യൂ ബോൺ ലീവ്സ് ദ ഐ ബിഹൈൻഡ്. എവിടെയാണോ കുഞ്ഞുങ്ങൾ തല തിരിച്ചു വയ്ക്കുന്നത് ആ സൈഡിൽ മാത്രമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു.
ഇതിനാണ് ഡോൾസ് ഐ റിഫ്ലക്സ്. നമ്മൾ ഒരു പാവ എടുത്ത് ഒരു ഡോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണോ ഒരു പാവയെ പിടിച്ചിരുത്തുന്നത് അല്ലെങ്കിൽ തിരിച്ചു വെക്കുന്നത്, ആ മുഖം എങ്ങോട്ടാണോ ഫേസ് ചെയ്യുന്നത്, ആ ഒരു സൈഡിൽ തന്നെ കണ്ണങ്ങനെ മൂവ് ചെയ്യാതെ ഇരിക്കും. അതുപോലെ കുഞ്ഞുങ്ങളിലും എന്ത് ചെയ്യുന്നു, നിയോനേറ്റ്സ് അല്ലെങ്കിൽ ന്യൂ ബോൺസിനും ഇതുപോലെ നമ്മൾ ഒരു മുഖം ഒരു സൈഡിലോട്ട് റൈറ്റോ ലെഫ്റ്റോ ടേൺ ചെയ്ത് വെച്ചാൽ അവിടെ തന്നെ കണ്ണൊരു ഡോളിൻ്റെ ഐ പോലെ അവിടെ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഡോൾസ് ഐ റിഫ്ലക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓഡിറ്ററി ഓറിയൻറ്റിംഗ് റിഫ്ലക്സ്, എ സഡൻ ലൗഡ് ആൻഡ് അൺപ്ലസൻറ്റ് നോയ്സ്. ഇതിൻ്റെ ഫലമായിട്ടും എന്ത് ചെയ്യാം, ബ്ലിങ്ക് റിഫ്ലക്സ് ഉണ്ടാകാം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ സൗണ്ടിന്, ലൈറ്റിന് മാത്രമല്ല സൗണ്ടിനും അവിടെ ബ്ലിങ്ക് റിഫ്ലക്സ് ഉണ്ടാകാറുണ്ട്. ആദ്യമായിട്ട് കാണുന്ന ഒരു 4 മാസം ആകുമ്പോഴാണ് യൂഷ്വലി അവിടെ അതിൻ്റെ ഒരു ഒക്കറൻസ് കൂടുതലാവുന്നത്. 9 to 10 months ആവും കൂടി വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി ആ ഒരു റിഫ്ലക്സ് നമുക്ക് കുട്ടികൾക്ക് അതായത് കേൾവി ശക്തിക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അറിയാനും സഹായിക്കുന്നുണ്ട്. ഇനി അടുത്ത 3ാമത്തെ സെഷനാണ് ഓറൽ റിഫ്ലക്സസ്. എന്താണ്, വായു അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന റിഫ്ലക്സസുകൾ. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള റിഫ്ലക്സ് ഉണ്ട്. 1 റൂട്ടിംഗ് റിഫ്ലക്സ്, 2 സക്കിംഗ് റിഫ്ലക്സ്, 3 സ്വലോയിങ് റിഫ്ലക്സ്, 4 ഗാഗ് റിഫ്ലക്സ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റൂട്ടിംഗ് റിഫ്ലക്സ്. ബേബീസ് ചീക്ക് ഈസ് സ്ട്രോക്ക്ഡ്. നമ്മളെങ്കിൽ കുഞ്ഞിനെ കാണുന്നത് പോലെ കുഞ്ഞിൻ്റെ കവിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വിരൽ കൊണ്ട് പതുക്കെ ഇങ്ങനെ തട്ടിവിടുന്നു അല്ലെങ്കിൽ വരച്ചു വിടുന്നു. ഇതാണ് റൂട്ടിംഗ് റിഫ്ലക്സ്. ദേ റെസ്പോണ്ട് ബൈ ടേണിംഗ് ദെയർ ഹെഡ് ടുവേഴ്സ് ദ സ്റ്റിമുലസ്. നമ്മൾ ഏത് സൈഡിലാണോ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തത് ആ ഭാഗത്തോട്ട് കുഞ്ഞ് ടേൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ഇതിനെയാണ് റൂട്ടിംഗ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ദേ സ്റ്റാർട്ട് ട്രൈങ് ടു find breast, thus allowing for breastfeeding. When finger slides away, head turns to ഫോളോ ഇറ്റ്. അതായത് ഇപ്പോൾ കുഞ്ഞ് റൈറ്റ് സൈഡ് ബ്രസ്റ്റിൽ നിന്നാണ് പാല് കുടിക്കേണ്ടതെങ്കിൽ കുഞ്ഞിൻ്റെ ഹെഡ് റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ അമ്മയുടെ റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യണം. അതിനുവേണ്ടി അമ്മ എന്ത് ചെയ്യുന്നു, കുഞ്ഞ് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ടേൺ ചെയ്യേണ്ടതെങ്കിൽ ലെഫ്റ്റ് സൈഡ് കവിളിൽ എന്ത് ചെയ്യുന്നു, ചീക്കിൽ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രോക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നു, കൈ കൊണ്ടൊന്ന് തട്ടി വിടുമ്പോൾ ആ സൈഡിലോട്ട് കുഞ്ഞ് തിരിയുകയും അവിടെ ബ്രസ്റ്റ് കാണുകയും കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതിനെയാണ് റൂട്ടിംഗ് റിഫ്ലക്സ്. അതായത് നമ്മൾ വഴി കാണിച്ചു കൊടുക്കുന്നു, ഒരു എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു റൂട്ട് ആക്കി കൊടുക്കും. ഇതിനാണ് റൂട്ടിംഗ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകുന്നത് ഏകദേശം ഇൻട്രായൂട്രൈൻ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് ഡിസപ്പിയർ ചെയ്യുന്നത് ഏകദേശം ഒരു 3-4 മാസമാകുമ്പോഴത്തേക്കായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് സക്കിംഗ് റിഫ്ലക്സ്. എന്താണ് സക്കിംഗ് അല്ലെങ്കിൽ സ്വോളോയിങ് റിഫ്ലക്സ് എന്ന് പറയുന്നത്? ടച്ചിങ് ലിപ്സ് ഓർ പ്ലേസിംഗ് ഫിംഗർ ഇൻ ബേബീസ് ഹാർഡ് പലേറ്റ് കോസസ് ബേബി ടു സ്റ്റാർട്ട് സക്കിംഗ് ദ ഫിംഗർ. അതായത് കുഞ്ഞിൻ്റെ ഹാർഡ് പലേറ്റിൽ എന്തെങ്കിലും തട്ടുമ്പോൾ, അതായത് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കളിപ്പാട്ടം എടുത്ത് വായി വയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിരലെടുത്ത് കടിക്കുന്നു, അല്ലെങ്കിൽ അമ്മയുടെ ബ്രസ്റ്റ്, എന്ത് തന്നെയായാലും എന്താണോ കുഞ്ഞിൻ്റെ ലിപ്സിൽ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ അത് ഹാർഡ് പലേറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ, കുഞ്ഞിൻ്റെ ഹാർഡ് പലേറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ കുഞ്ഞ് സക്ക് ചെയ്യാൻ തുടങ്ങുന്നു. സക്ക് ചെയ്യുന്ന മാത്രമല്ല, ഒപ്പം അവിടെ സ്വോളോ ചെയ്യാനും തുടങ്ങുന്നു. സക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന മിൽക്ക് അവിടെ സ്വോളോ ചെയ്യാനും തുടങ്ങുന്നു. ഇതിനെയാണ് സക്കിംഗ് റിഫ്ലക്സ് അല്ലെങ്കിൽ സ്വോളോവിങ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓൺസെറ്റും ബൈ ബർത്താണ്. ഏകദേശം 12 മാസം, 1 വയസ്സോളം ആകുമ്പോൾ ഈ ഒരു സക്കിംഗ് റിഫ്ലക്സ് അവിടെ, സ്വോളോയിങ് റിഫ്ലക്സ് അവിടെ പതുക്കെ കുറയുന്നത്. സ്വോളോയിങ് ഇവിടെ ഉണ്ടാകും, എന്നാൽ അത്രത്തോളം ഫ്രീക്വൻ്റ് അല്ല എന്നേ ഉള്ളൂ. സക്കിംഗ് റിഫ്ലക്സ് കുറയുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഗാഗ് റിഫ്ലക്സ് അല്ലെങ്കിൽ ഫാരിഞ്ചൽ റിഫ്ലക്സ്. എന്താണ് ഈ ഗാഗ് റിഫ്ലക്സ് അല്ലെങ്കിൽ ഫാരിഞ്ചൽ റിഫ്ലക്സ് എന്ന് പറയുന്നത്? അതായത് റിഫ്ലക്സ് കൺട്രാക്ഷൻ ബാക്ക് ഓഫ് ദ ത്രോട്ട്. അതായത് നമ്മൾ ഉള്ളിലോട്ട് കഴിച്ച് എന്തെങ്കിലും തിരിച്ച് ബാക്ക് ഫ്ലോ വരുന്ന ഒരു റിഫ്ലക്സ്, അതിനെയാണ് ഗാഗ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇവോക്ഡ് ബൈ ടച്ചിങ് ഉവ്ല. നമ്മുടെ ഉവ്ല, ത്രോട്ടിന് മുകളിലായിട്ടുള്ള ഹാർഡ് സോഫ്റ്റ് പെല്ലേറ്റിൽ നിന്ന് താഴോട്ട് ഹാങ് ചെയ്തിരിക്കുന്ന ഉവ്ല എന്നുള്ള പാർട്ടിൽ വിരലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓബ്ജക്ട്സോ തട്ടിക്കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്കുണ്ടാകുന്ന റിഫ്ലക്സ് ആണ് ഗാഗ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു വോമിറ്റിംഗ് പോലത്തെ ടെൻഡൻസി അവിടെ ഉണ്ടാകും അല്ലേ. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? ഇത് ചില ആൾക്കാരിൽ സിവിയർ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ, എക്സാമ്പിൾ ഗ്ലൗസോഫാരിഞ്ചൽ നെർവ് ഡാമേജ് അല്ലെങ്കിൽ വാഗസ് നെർവ് ഡാമേജ്, ബ്രെയിൻ ഡെത്ത്, ഇതുപോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ഗാഗ് റിഫ്ലക്സ് കാണില്ല. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ന്യൂ ബോൺ റിഫ്ലക്സസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ എല്ലാ റിഫ്ലക്സസും മനസ്സിലാക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. പ്രധാനമായിട്ട് ഇതിൻ്റെ മോറോ റിഫ്ലക്സ്, അതുപോലെ ബാബിൻസ്കി റിഫ്ലക്സ്, ബ്ലിങ്ക് റിഫ്ലക്സ്,
അതുപോലെ ബാബ്കിൻ റിഫ്ലക്സ്, ടോണിക് നെക്ക് റിഫ്ലക്സ്, വാക്കിംഗ് റിഫ്ലക്സ്, പ്ലാന്റാർ ഗ്രാസ്പ് റിഫ്ലക്സ്, റൂട്ടിംഗ് റിഫ്ലക്സ്, ഇതെല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ന്യൂ ബോണിനെ അസസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ കേസ് സ്റ്റഡി കെയർ പ്ലാൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങളൊരു ന്യൂ ബോൺസിനെ അസസ് ചെയ്യണം. എക്സാമിന് നിങ്ങളിതെല്ലാം എഴുതണം. അവിടെ ഈ ഓരോ റിഫ്ലക്സും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസ് പഠിക്കുമ്പോൾ അവിടെയും നിങ്ങൾ ഈ റിഫ്ലക്സസ് എന്താണ്, മോറോ റിഫ്ലക്സ് ഈസ് പ്രസൻറ്റ്, മോറോ റിഫ്ലക്സ് ഈസ് ആബ്സെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മോറോ റിഫ്ലക്സ് എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. അല്ലാതെ ജസ്റ്റ് വെറുതെ ആബ്സെൻറ്റും പ്രസൻറ്റും എന്ന് പഠിച്ചാൽ പോരാ. ഇനി ഏത് ഏജിലാണ് ഇത് തുടങ്ങുന്നത്, ഏത് ഏജിൽ ഇത് തീരുന്നു, ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻ, കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസോ മാറ്റങ്ങളോ എന്തെങ്കിലും വരുത്താനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻ്റായിട്ട് എഴുതാം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോയും ചാനലും ഷെയർ ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ സപ്ലിയോ അല്ലെങ്കിൽ റെഗുലറോ ആയിട്ട് ക്ലാസ്സുകൾ വേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8891112727. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.